ഇത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ്. BJP പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്ന പാർട്ടിയാണ്. നടപ്പാക്കാൻ വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ മാത്രമാണ് BJP പ്രകടന പത്രികയിൽ നടത്താറുള്ളത്. കോൺഗ്രസിനെ പോലെ ഒരിക്കലും നടപ്പാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി അവരെ വിഡ്ഢികളാക്കാൻ വേണ്ടി മുന്നോട്ട് വെക്കുന്നതിലപ്പുറം പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് BJP ചെയ്യാറുള്ളത്. ഇതെല്ലാം തന്നെ നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ ജനങ്ങൾക്ക് ഇത് നടപ്പിലാവും എന്നുള്ള കാര്യത്തിൽ 100% അവർക്ക് ഇത് വിശ്വസിക്കാം, ഉറപ്പ് നൽകാൻ ഞങ്ങൾക്ക് സാധിക്കും. വയനാട്ടിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രവർത്തനം, ശ്രീ കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായതോടുകൂടി ഇവിടുത്തെ പ്രവർത്തകരും പൊതുജനങ്ങളും വലിയ ആവേശത്തോടു കൂടിയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഒരുപക്ഷെ ചരിത്രത്തിലെ BJPയുടെ ഏറ്റവും നല്ല സംഘടനാ പ്രവർത്തനവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും ഇപ്പം നിങ്ങൾക്ക് വയനാട്ടിൽ കാണാൻ സാധിക്കും. ഞങ്ങൾ ബഹുദൂരം മുന്നിലെത്തിയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ BJPയുടെ പ്രചരണം, ശ്രീ കെ സുരേന്ദ്രന്റെ പ്രചരണം മറ്റ് 2 സ്ഥാനാർത്ഥികളെയും അപേക്ഷിച്ച് ബഹുദൂരം മുന്നിലെത്തിയിരിക്കുകയാണ്. ശ്രീ രാഹുൽ ഗാന്ധി വല്ലപ്പോഴും വിരുന്ന് വരുന്ന ഒരു വിരുന്നുകാരനെ പോലെ കടന്നു വരുന്നത് വയനാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ പെർഫോമൻസ് വയനാട്ടിലെ ജനങ്ങൾക്ക് വലിയ അസംതൃപ്തിയാണ് നൽകുന്നത്. 16ാം ലോക്സഭയിൽ അമേഠിയിലെ MP എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ ഹാജർ നില അത് 52%. എന്നാൽ 17ാം ലോക്സഭയിൽ വയനാട്ടിലെ MP എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഹാജർ നില കുറയുകയാണ് ചെയ്തത്. കേവലം 51% മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ ഹാജർ നിലയുള്ളത് വയനാട്ടിലെ MP എന്ന നിലയ്ക്ക്. അപ്പൊ എന്ത് ധാർമ്മികതയുടെ പേരിലാണ് വയനാട്ടിലെ MP എന്ന നിലയ്ക്ക് വീണ്ടും ജനങ്ങളുടെ മുന്നിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നത്? അദ്ദേഹത്തിന് വോട്ട് ചോദിക്കാനുള്ള എന്ത് ധാർമ്മികതയാണുള്ളത്? വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ 5 വർഷക്കാലം രാഹുൽ ഗാന്ധിക്ക് ക്രിയാത്മകമായി എന്ത് ചെയ്യാൻ സാധിച്ചു എന്നുള്ള ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വന്യമൃഗങ്ങളുടെ ശല്യം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഏതെങ്കിലും ക്രിയാത്മകമായിട്ടുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാനോ സർക്കാരുകളുമായി ചർച്ച നടത്താനോ അത് പാർലമെന്റിൽ ഉന്നയിക്കാനോ രാഹുൽ ഗാന്ധി കഴിഞ്ഞിട്ടില്ല. ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് രാഹുൽ ഗാന്ധിക്ക് ഒരു പുതിയ പദ്ധതിയും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഇവിടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് +2 കഴിയുന്ന കുട്ടികൾക്ക് നല്ല നിലവാരമുള്ള കോഴ്സുകൾ പഠിക്കാൻ ഒരു സംവിധാനം ഇവിടെ ഇല്ല. അത്തരത്തിലുള്ള കോഴ്സുകളുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം പോലും വയനാട്ടിലേക്ക് കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ഇവിടുത്തെ മെഡിക്കൽ കോളേജിന്റെ ദുരവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇവിടെ ഹൃദ്രോഗം വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ചുരമിറക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നത് വരെ നെഞ്ചുവേദന അനുഭവിക്കുന്നത് കേവലം ആ ഹൃദ്രോഗി മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർ മുഴുവനുമാണ്. അവർ പ്രാർത്ഥിക്കുകയാണ്, തങ്ങളെ പ്രിയപ്പെട്ടവർ ഈ യാത്രക്കിടെ അവർക്കൊന്നും സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അതുപോലെ ഈ ചുരമെന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു മരണത്തിന്റെ ഇടനാഴിയായി മാറി. ഇത്തരം സാഹചര്യങ്ങളെയൊക്കെ ഉള്ളപ്പോഴും വയനാട്ടിലെ ജനതയ്ക്ക് വേണ്ടി ഒരു വാക്ക് പോലും പറയാൻ തയ്യാറാവാതിരുന്ന രാഹുൽ ഗാന്ധിക്ക് വീണ്ടും തിരിച്ചു വന്ന് ഈ റോഡ് ഷോകളിലൂടെ ജനങ്ങളെ പറ്റിക്കുന്ന ഈ ഗിമ്മിക്ക് അതിൽ നിന്ന് പിന്മാറുകയാണ് വേണ്ടത്. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയ്ക്ക് MP എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വന്നത് കേവലം 9 തവണയാണ്. പക്ഷേ 2015 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ മാത്രം രാഹുൽ ഗാന്ധി വിദേശത്ത് പോയത് 265ഓളം തവണയാണ്. ഇത് ഓൺ റെക്കോർഡാണ്. 265 തവണ 5 വർഷം കൊണ്ട് വിദേശത്ത് പോയയാൾ സ്വന്തം മണ്ഡലത്തിലേക്ക് വന്നത് കേവലം 9 തവണയാണ്. ഇത് ഈ വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുന്നതല്ലേ? ഇത് വാസ്തവത്തിൽ വയനാട്ടിലെ ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാണ്. സ്വാഭാവികമായിട്ടും ഇനി എത്ര ദേശീയ നേതാക്കളെ കൊണ്ടുവന്നു കഴിഞ്ഞാലും വയനാട്ടിലെ ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധിയുടെ ഈ പുറംപൂച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. ഇത് ജനങ്ങളെ വീണ്ടും വീണ്ടും അമേഠിയിലേതുപോലെ ദീർഘകാലം വിഡ്ഢികളാക്കാൻ സാധിക്കില്ല. അമേഠിയിലെ ജനങ്ങൾ 4 തലമുറ ഈ നെഹ്റു കുടുംബത്തിന്റെ കുടുംബവാഴ്ച അതിന്റെ ദുരന്ത ഫലം അനുഭവിച്ച ശേഷമാണ് രാഹുൽ ഗാന്ധി അവിടെ പരാജയപ്പെടുത്തിയതെങ്കിൽ വയനാട്ടിലെ ജനങ്ങൾക്ക് 5 കൊല്ലം കൊണ്ട് ഇദ്ദേഹത്തെ മടുത്തു കഴിഞ്ഞു.